AI ടൂളുകൾ ഉപയോഗിച്ച് ജനറേറ്റീവ് AI ടൂളുകൾ ഉപയോഗിച്ച് നമ്മൾക്ക് പല വിധത്തിലുള്ള കോണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. അതിൽ വളരെ പോപ്പുലറായിട്ടുള്ള വളരെ ആൾക്കാർ ഒരുപക്ഷെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മേഖലയാണ് വീഡിയോ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് വീഡിയോ പ്രൊഡക്ഷനിൽ ഒരുപാട് പുതിയ AI ടൂളുകൾ അവൈലബിൾ ആണ്. പക്ഷേ അതിലെ മിക്കവാറും ടൂളുകൾ പെയ്ഡ് വേർഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ചിലതൊന്നും ഫ്രീ ട്രയൽസ് പോലും ഇല്ല. നമ്മൾ പല സ്ഥലങ്ങളിലും AI ഉപയോഗിച്ച് കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോകളും അല്ലെങ്കിൽ കോണ്ടൻറ്റുകളും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾക്ക് എളുപ്പത്തിൽ, അതായത് ഒരു കംപ്ലീറ്റ്ലി ഫ്രീ എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഒരു AI ഒരു ടെക്സ്റ്റ് ടു വീഡിയോ ഡയറക്റ്റ് നമ്മളൊരു റിക്വസ്റ്റ് എഴുതി കൊടുക്കുന്നതിനെ ബേസ് ചെയ്തിട്ടൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക, അതാണ് ടെക്സ്റ്റ് ടു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ടു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന Veed.io വീഡിയോ. അപ്പോൾ ഇതിൻ്റെ URL പോയിട്ട്, ഇതിപ്പോൾ ഓൾറെഡി ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഈ ലോഗിൻ ചെയ്ത അക്കൗണ്ടിൻ്റെ ഒരു ഡാഷ്ബോർഡാണ് കാണുന്നത്. നിങ്ങൾക്ക് ലോഗിൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മെയിൽ ID ഉപയോഗിച്ച് നേരെ നമ്മൾ സൈനപ്പ് ചെയ്താൽ മതി. സോ ഇതൊരു ഫ്രീ അക്കൗണ്ടാണ്. ഇത് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. എന്തുകൊണ്ട് Veed.io പരിചയപ്പെടുത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ മന്ത്ലി പാക്കേജ് എന്ന് പറയുന്നത് നമുക്കൊരു 499 500 rupees തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പാക്കേജുകളുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇഫ് യു വാണ്ട് ടു അപ്ഗ്രേഡ്, അതും ഒരു വയബിൾ ഓപ്ഷനായിട്ട് നമ്മളുടെ മുമ്പിൽ നിൽക്കും. ബാക്കിയൊക്കെ നമ്മൾ ഡോളറൊക്കെ കൺവേർട്ട് ചെയ്ത് വരുന്ന സമയത്ത് 1500-2000 രൂപയൊക്കെയാണ് വരുന്നത്. സോ അപ്പോൾ നമുക്കൊരു ആവശ്യമുണ്ടെങ്കിൽ, പക്ഷേ ഇവിടെ നമ്മൾക്ക് നിലവിലെ സാഹചര്യത്തിൽ നമുക്കൊരു വീഡിയോ ക്രിയേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്നും അതിൽ നമ്മുടെ സ്കില്ല് കൂട്ടാനും നമ്മൾക്ക് Veed എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. AI ടെക്സ്റ്റ് ടു വീഡിയോ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വിൽ ക്ലിക്ക് ഓൺ ദാറ്റ്. അപ്പോൾ നമ്മുടെ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴുള്ള സ്ക്രീനാണ്. അപ്പോൾ ഇവിടെ യു ക്യാൻ റൈറ്റ് എനിത്തിങ്. ഇപ്പം create an explanatory 1-minute video on photosynthesis for class 6 students എന്നത് മാത്രം നമ്മളുടെ ഒരു സിമ്പിളായിട്ടുള്ള എന്താണ് നമ്മുടെ വീഡിയോയിൽ വേണ്ടത് എന്നുള്ളത് നമ്മൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഓഫ് കോഴ്സ് നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ടെക്സ്റ്റ് വളരെ പെട്ടെന്ന് ജനറേറ്റ് ചെയ്ത് കിട്ടും. ഇമേജിന് കുറച്ചുകൂടെ സമയം എടുക്കും. വീഡിയോ ആകുമ്പോഴത്തേന് അതിൻ്റേതായ സമയം എടുക്കും. അപ്പോൾ ഈ പ്രോസസ്സിൻ്റെ കൂടെ തന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ നമ്മൾക്ക് വേണമെങ്കിൽ ഒരു പ്രിപ്പറേഷൻ നടത്താം. ഇതേ കാര്യം തന്നെ അല്ലെങ്കിൽ സിമിലറായിട്ട് നമ്മളുടെ കയ്യിലൊരു ടോപ്പിക് ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് ChatGPTയോടോ മറ്റേതെങ്കിലും ഒരു ജനറേറ്റീവ് AI ചാറ്റ് ബോട്ടിനോടോ ചോദിച്ചൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കാം. സോ ഈ വീഡിയോ ഇവിടെ റെഡി ആവട്ടെ. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ChatGPT. ഞാനപ്പം സമയം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട്. ഒരു 60 സെക്കൻഡ്സിന് വേണ്ടിയിട്ട് ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്. അപ്പോൾ ഇതൊരു സ്ക്രിപ്റ്റാണ്. നമ്മളൊരു സ്ക്രിപ്റ്റ് ചോദിക്കുമ്പോൾ ക്രിയേറ്റ് എ സിമ്പിൾ എഡ്യൂക്കേഷണൽ വീഡിയോ സ്ക്രിപ്റ്റ് എന്ന് ചോദിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് കണ്ടോ, സീൻ ബൈ സീനാണ് തന്നിരിക്കുന്നത്. അവിടെ എന്ത് വിഷ്വൽ വരണം, എന്ത് വോയിസ് ഓവർ വരണം എന്നതിനകത്തുണ്ട്. നമ്മൾക്ക് ഇതിന് വേണ്ടത്, അതായത് ഒരു സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വോയിസ് ഓവർ മാത്രം മതി. അതും ഈച്ച് സെൻറ്റൻസ് ആസ് സെപ്പറേറ്റ് പാരഗ്രാഫ് എന്നൊരു ഇൻസ്ട്രക്ഷനൂടെ കൊടുത്തിട്ടുണ്ട്. അത് ആക്ച്വലി നമ്മൾ ഈ ടെക്സ്റ്റ് ടു വീഡിയോ ക്രിയേഷൻ ടൂളുകൾ അതിൻ്റെ പ്രോസസ്സ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഐ ഹാവ് ഗോട്ട് ദ റിപ്ലൈ. അപ്പോൾ നമുക്കിവിടെ ഒരു ഔട്ട്പുട്ട് ഉണ്ട്, ഒരു വോയിസ് മാത്രമായിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ നമുക്കൊന്ന് കോപ്പി ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് തിരിച്ച് നമ്മുടെ ടൂളിൽ പോകാം, Veed.io. അപ്പോൾ ഇവിടെ ജനറേഷൻ ഇപ്പോഴും നടക്കുകയാണ്. ഇത് രണ്ട് ഞാൻ മെർജ് ചെയ്ത് പറയുന്നത് കൊണ്ടൊരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് തിരിച്ച് കണ്ടാൽ മതി. നമ്മൾ കംപ്ലീറ്റ്ലി ഈ പെർട്ടിക്കുലർ ടൂളിന് നമ്മളതിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കാനുള്ള ഒരു പെർമിഷൻ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു പാർട്ട് കംപ്ലീറ്റ്ലി നമ്മൾ ഈ ടൂളിനെ ഏൽപ്പിക്കുന്നു. അപ്പുറത്ത് നമ്മൾ ChatGPT ഉപയോഗിച്ച് നമ്മൾക്ക് വേണ്ട രീതിയിലൊരു സ്ക്രിപ്റ്റ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നു. അവിടെ നമ്മൾക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ വേണമെങ്കിൽ ഇൻപുട്ടായിട്ട് കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ ഫോട്ടോസിന്തസിസ് എക്സ്പ്ലെയിൻഡ് ഇൻ 60 സെക്കൻഡ്സ് ആ വീഡിയോ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഓപ്പൺ ആവുന്നത് നമ്മളുടെ Veed.ioയുടെ എഡിറ്റർ ഫേസിലാണ്. അപ്പോൾ നമുക്ക് വേണ്ടി താഴെ കണ്ടോ ഓപ്പൺ ഇൻ എഡിറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴും ആക്ച്വലി ഇത് പ്ലേ ആവുന്നില്ല, ഡയറക്റ്റ്ലി നമ്മൾ എഡിറ്ററിലേക്കാണ് ഓപ്പൺ ആവുന്നത്. സോ ലെറ്റ്സ് സീ ദിസ് പ്രോജക്റ്റ്. ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് ഇത് നമ്മളുടെ ഒരു പോർട്രേറ്റ് മോഡിലാണ് വന്നിരിക്കുന്നത്. നമ്മൾക്ക് വേണമെങ്കിൽ
ഇത് മാറ്റാം. അപ്പോൾ നിങ്ങളിത് താഴെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വീഡിയോ എഡിറ്റർ, ഒരു വീഡിയോ എഡിറ്റിംഗ് ഒരു ടൂള്, വീഡിയോ എഡിറ്റിംഗ് ടൂളിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോയുടെ ഒരു കമ്പോണൻ്റ് ഉണ്ടാവും. അതിൽ തന്നെ ഇതാ ഇവിടെ ടെക്സ്റ്റ് ടു സ്പീച്ച് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ ആക്ച്വലി അവർ ക്രിയേറ്റ് ചെയ്ത ടെക്സ്റ്റ് ഉണ്ടല്ലോ, ആ ടെക്സ്റ്റ് തന്നെ സബ് ടൈറ്റിലായിട്ടും അതുപോലെ തന്നെ ഓഡിയോ ആയിട്ടും ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളാകെ കൊടുത്തത് എന്താണ്? നമ്മളാകെ കൊടുത്തത് ഒരു പ്രോംപ്റ്റ് മാത്രമാണ്. ഫോട്ടോസിന്തസിസിനെ പറ്റി 60 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ 6ാം ക്ലാസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഓരോ കുഞ്ഞു വിഷ്വൽസ് അതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ വിഷ്വൽസ് എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഫ്രീ വേർഷനിൽ വരുമ്പോൾ ഒബ്വിയസ്ലി വാട്ടർമാർക്ക് വരും. വീഡിയോ ടൂളുകളിലെല്ലാം തന്നെ വാട്ടർമാർക്കുകൾ വരാറുണ്ട്. പക്ഷേ നമുക്ക് ഇത്രയും പ്രോസസ്സിലേക്കെങ്കിലും നമുക്ക് എത്താൻ പറ്റുന്നത് ഇങ്ങനെ ചില ടൂളുകളിൽ മാത്രമാണ്. സോ നമ്മളിത് ക്യാൻവയിൽ ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ മാനുവലി ഒരു സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട്, സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ പോലും ആ സ്ക്രിപ്റ്റിന്, ഓരോ സ്ക്രിപ്റ്റിന് അതിന് വേണ്ട ടെക്സ്റ്റും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നതെന്ന് ആലോചിച്ച്. ഇനി ലെറ്റ്സ് പ്ലേ ദിസ്. അപ്പോൾ ഇതൊന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം വർക്ക് ഇതിൽ വന്നിട്ടുണ്ട് എന്നുള്ളത്. ലെറ്റ്സ് പ്ലേ ദിസ് വീഡിയോ. I'm going to tell you all about photosynthesis, a super cool process that plants use to make their own food. Imagine ഇവിടുത്തെ ഈ ഒരു ടെക്സ്റ്റ് കാണുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവും whipping up a delicious meal using sunlight. ഈ ഒരു ഇതിപ്പം ബഫർ ചെയ്യുന്നതാണ്, ഇറ്റ് വിൽ കം ബാക്ക്. ഇത് കണ്ടോ, ഇത് ചില സോഷ്യൽ മീഡിയ വീഡിയോകളിലൊക്കെ ഇതുപോലത്തെ എഡിറ്റിംഗ് സ്റ്റൈലുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ടെക്സ്റ്റിൻ്റെ സൈസ് കുറവാണ്, നമുക്കത് മാനുവലി എഡിറ്റ് ചെയ്യുക എന്നൊരു പ്രോസസ്സുണ്ട്. പക്ഷേ ഡീഫോൾട്ടായിട്ട് അവരിതിലേക്ക് വരുന്ന സാധനങ്ങൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് മാനുവലി എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ അല്ലെങ്കിൽ പോലും ചുമ്മാ നമ്മളിപ്പോൾ ഒരു ചെറിയ കുട്ടികൾക്ക് വരുമ്പോഴാണ് ആക്ച്വലി ഫോൺ സൈസ് കുറച്ചുകൂടെ കൂട്ടി വരണം എന്നുള്ളൊരു കാര്യം വരുന്നത്. അത് ശരിയാണ്. പക്ഷേ നമ്മളിതൊരു ലേണിംഗ് ഫേസിൽ നിൽക്കുമ്പോൾ നമ്മളൊരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് അതിനെ ഒരു കംപ്ലീറ്റ് വീഡിയോ ആയിട്ട് വിത്ത് കോണ്ടൻറ്റ്, ആ കോണ്ടൻറ്റിൻ്റെ ടെക്സ്റ്റ്, അതിൻ്റെ സ്പീച്ച് എല്ലാമായിട്ട് കൺവേർട്ട് ചെയ്ത് വരുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ ക്വിക്കായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഓഡിയോയുടെ സെറ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ഓഡിയോ ആഡ് ചെയ്യാം. നമ്മളിവിടെ വോയിസ് ഓവർ ഇപ്പോൾ ഓൾറെഡി കിടപ്പുണ്ട്. മ്യൂസിക് ഉണ്ട്, ഇപ്പോൾ താഴെ മ്യൂസിക് എലമെൻറ്റ്സ് കണ്ടോ, അതിന് പറ്റുന്ന രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബീറ്റ് അനുസരിച്ച് ആഡ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. കുറേയൊക്കെ പ്രീമിയം എലമെൻറ്റ്സ് ആണ്. പക്ഷേ സ്റ്റിൽ യു ക്യാൻ ആഡ് എ വോയിസ് ഓവർ. ഇഫ് യു വാണ്ട് ടു ആഡ് യുവർ വോയിസ് യു ക്യാൻ ആഡ് ദാറ്റ്. അപ്പോഴും സബ് ടൈറ്റിൽസ് അവിടെ ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നോക്കി വായിച്ച് ഒരു ഓഡിയോ അതിൽ ആഡ് ചെയ്യാം. സബ് ടൈറ്റിൽസ് നമുക്ക് എഡിറ്റ് ചെയ്യാം. ടെക്സ്റ്റ് എലമെൻറ്റ്സ് സെപ്പറേറ്റ് ആഡ് ചെയ്യാം. വീഡിയോ വേണമെങ്കിൽ നമുക്കിതിനുള്ളിൽ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഇതിന് കയറ്റാം. സോ നമ്മളൊരു പ്രീമിയം ഓപ്ഷനിലേക്ക് പോകുന്ന സമയത്ത് നമുക്കിതാ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. സോ ഐ എം ഗോയിങ് ടു പോസ് ദിസ്. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഇനി ഇതേ കാര്യം തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ഒരു സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് ചെയ്ത് നോക്കാം. സോ ട്രൈ എ ന്യൂ ഐഡിയ എന്നുള്ള സ്ഥലത്ത് ഐ ഹാവ് ഓൾറെഡി കോപ്പീഡ് മൈ സ്ക്രിപ്റ്റ്. അപ്പോൾ അവിടെ നമ്മൾ ChatGPT ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇത് വെച്ചിട്ട് വി ആർ ക്രിയേറ്റിംഗ് അനദർ വീഡിയോ. ആൻഡ് ഇതിൽ എലമെൻറ്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ടോൾ പോർട്രേറ്റ് ആണ്. നമുക്കിതിൽ ഓപ്ഷൻസിലേക്ക് വേണം ഒറിജിനൽ 16:19 എന്നുള്ള നമ്മളുടെ ഈ ഒരു രീതിയിലേക്ക് പോകാം. അവിടെ വരുമ്പോൾ കുറച്ചുകൂടെ ടെക്സ്റ്റ് സൈസ് അപ്പം അതിനനുസരിച്ച് ഒരു ഇത്തിരി ഇമ്പ്രൂവ് ആവുന്നുണ്ട്. യു ക്യാൻ ക്ലിക്ക് ഓൺ ദ ടെക്സ്റ്റ് എലമെൻറ്റ് ഓൾസോ. അപ്പം കണ്ടോ, നമ്മൾ ആ ടെക്സ്റ്റ് എലമെൻറ്റ് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഫോണ്ട് സൈസ് നമ്മൾക്ക് ഇവിടെ ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ അങ്ങനെ മാനുവലി ഓരോ സ്ലൈഡിലും വരുന്നതനുസരിച്ച് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു ഡ്രോബാക്ക് അവിടെയുണ്ട്. പക്ഷേ സ്റ്റിൽ if you want to make changes, plants have tiny little factories called chloroplasts that contain a green അപ്പോൾ ഓരോന്നിലും അപ്പോൾ ഇതിനെ അഗെയിൻ ഇത് ഓരോന്നും സെപ്പറേറ്റ് ടെക്സ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും ടെക്സ്റ്റ് വരുന്ന സാധനങ്ങൾ നമുക്ക് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാം. ഓട്ടോമാറ്റിക് ഒരു ഡിവിഷനാണ് വരുന്നത്. സോ ലെറ്റ്സ് സീ when sunlight that entire thing changes. അപ്പോൾ ഈ ടെക്സ്റ്റ് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാത്തിലും ഈ ഒരു സൈസ് ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 140ക്ക് പകരം ലെറ്റ്സ് നമുക്കൊരു 72 പിക്സൽസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഇറ്റ് വിൽ ബി കൺവീനിയൻറ്റ്. ഓരോന്നിലും അതിൻ്റെ വരുന്ന ടെക്സ്റ്റിൻ്റെ ഡ്യൂറേഷൻ ഡിഫറൻസ്, ലെങ്ത് ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നത്. പക്ഷേ ദിസ് ലുക്സ് ഗുഡ്. സോ ദിസ് ഈസ് ഹൗ യു ക്രിയേറ്റ് എ വീഡിയോ. അപ്പോൾ ഒന്നുകൂടി പറയുന്നു, നമ്മൾ ഇത് കംപ്ലീറ്റ്ലി ഞാൻ Veed.ioയുടെ AI കേപ്പബിലിറ്റീസ് ഉപയോഗിച്ച് ചെയ്താണെങ്കിൽ ഇവിടെ ഞാൻ സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് ചെയ്തൊരു വീഡിയോ ആണ് നമ്മൾ ഇനിയും കാണാൻ പോകുന്നത്. ലെറ്റ്സ് ഓപ്പൺ ദിസ് ഇൻ എഡിറ്റർ.
ഇവിടെ നമുക്ക് റീസൈസ് വീഡിയോ പോലെയുള്ള കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്കിത് ഡീറ്റെയിൽസിലേക്ക് പിന്നെ ഒരു സെഷനിൽ ലൈവിൽ നമുക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിലേക്ക് പോകാം. പക്ഷേ ട്രൈ ദിസ്, ഫോക്കസ് ഓൺ ദിസ് പെർട്ടിക്കുലർ തിങ്. weed.ioയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് രണ്ട് രീതിയിൽ ഇതിനെ ട്രൈ ചെയ്ത് നോക്കുക. സോ ദ ഫസ്റ്റ് പാർട്ട് ഇസ് ഡയറക്ട്ലി ആസ്കിങ് weed.io ടു ക്രിയേറ്റ് എ സ്ക്രിപ്റ്റ് ആൻഡ് ക്രിയേറ്റ് എ വീഡിയോ. അതൊരു 1-2 സെൻറ്റൻസിൽ നമുക്കിപ്പോൾ ഒരു പ്രോംപ്റ്റ് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാം. സോ നമ്മളുടെ റിക്വയർമെൻറ്റ് നമ്മുടെ സ്റ്റുഡൻസിന് പറ്റുന്ന പോലെയോ അല്ലെങ്കിൽ ജനറൽ ആയിട്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുക. രണ്ടാമത്തേത് നമ്മൾ ChatGPT ഉപയോഗിച്ച് ഒരു സ്ക്രിപ്റ്റ് ജനറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ വോയിസ് ഓവർ പാർട്ട് മാത്രം എടുത്ത് അതിനെ ഒരു റെഫറൻസ് ആക്കി കൊടുത്തിട്ട് വി ആസ്ക് weed.io ടു ക്രിയേറ്റ് എ വീഡിയോ ബേസ്ഡ് ഓൺ ദാറ്റ്. ഇതിൽ രണ്ടിൽ ഏതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട്. നമ്മൾ സ്ക്രിപ്റ്റ് കൊടുക്കുന്ന സമയത്ത് ആക്ച്വലി ഞാൻ കണ്ടിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് നമുക്ക് കൺട്രോൾ കിട്ടും സ്ക്രിപ്റ്റിൽ എന്നതൊരു സത്യമാണ്. പക്ഷേ നമ്മൾ സ്ക്രിപ്റ്റ് കൊടുക്കുന്ന സമയത്ത് ലെങ്തി വീഡിയോസ് സെഗ്മെൻറ്റ്സ് ആയിരിക്കും വരിക. അതായത് നമ്മളുടെ കൂടുതൽ ടെക്സ്റ്റ് അതിലേക്ക് കയറി വരാറുണ്ട്. അപ്പോൾ അത് ആക്ച്വലി നമ്മൾ നോക്കുമ്പോഴത്തേന് അത്ര ഒരു സുഖകരമായിട്ടുള്ള കാര്യമായിട്ട് തോന്നിയിട്ടില്ല. അതേസമയം നമ്മൾ വീട് തന്നെയാണ് സ്ക്രിപ്റ്റ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി ചെറിയ 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 വിഷ്വൽസ് കയറി വരുന്നുണ്ട്. ഇതാണ് ഒരേ വീഡിയോയിൽ തന്നെ മൾട്ടിപ്പിൾ ടെക്സ്റ്റുകൾ പിന്നെയും വരുന്നുണ്ട് ഇവിടെ. സോ ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ്. നമുക്ക് സോ അഗെയിൻ ഓരോ തവണയും ചെയ്യുമ്പോഴും ഔട്ട്പുട്ട് ക്യാൻ വേരി. സോ എന്നാലും ഇതുവരെ ചെയ്ത് നോക്കിയതിൽ വെച്ചിട്ടുള്ള ഒരു ഒബ്സർവേഷനാണ് ഞാൻ പറഞ്ഞത്. സോ ചെക്ക് ദിസ് ഔട്ട് ആൻഡ് സീ ഹൗ AI is generating videos just from simple scripts, and how we can think about how we can use this in our classroom. classroom. All about photosynthesis, a super cool process that plants use to make